അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ പകൽ വീട് ഉദ്ഘാടനം ചെയ്തു. പരിപാടി UDF ബഹിഷ്കരിച്ചു. LDFിന്റെ ഭരണ നേട്ടങ്ങൾക്കും NK പ്രേമചന്ദ്രൻ MPയെ കുറ്റപ്പെടുത്തിയെന്നും ആരോപിച്ചാണ് UDF പരിപാടി ബഹിഷ്കരിച്ച് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ പകൽ വീട് ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്കിടെ കോൺഗ്രസ് ജനപ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ച് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ഉദ്ഘാടന സമ്മേളനമായിട്ട് പറയാനുള്ള കാര്യമാണ് പറയുന്നത്. ഉദ്ഘാടനം തന്നെയാണ് നടക്കുന്നത്. അനാവശ്യമായ സംഭാഷണമല്ല, വികസനമാണ് നമ്മളിവിടെ പറയുന്നത്. വികസനമാണ് പറയുന്നത്. കണ്ടോ, ഇതാണ് ഇവിടെ വികസനമാണ് നമ്മൾ പറയുന്നത്. ഈ വികസനം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതിന് അനുകൂലമായ തീരുമാനങ്ങൾ നിങ്ങൾ ഉണ്ടാകുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പകൽ വീടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെ LDFിന്റെ ഭരണ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും NK പ്രേമചന്ദ്രൻ MP അഞ്ചൽ പഞ്ചായത്തിന്റെ വികസനത്തിനായി ഒരു ഫണ്ടും നൽകിയിട്ടില്ലെന്നുള്ള പ്രസംഗമാണ് കോൺഗ്രസ് ജനപ്രതിനിധികളെ യോഗം ബഹിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചത്. അഞ്ചൽ പഞ്ചായത്ത് അംഗം അഖിൽ രാധാകൃഷ്ണൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. അഞ്ചൽ പഞ്ചായത്തിലെ വികസനങ്ങൾക്ക് പ്രേമചന്ദ്രൻ MP ഒരു ഫണ്ടും നൽകിയിട്ടില്ല എന്നുള്ള പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം അനുവദിച്ചതുൾപ്പെടെയുള്ള അനേകം വികസന പ്രവർത്തനങ്ങളും അഞ്ചൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ MP നടത്തിയിട്ടുണ്ടെന്നും യോഗം ബഹിഷ്കരിച്ച് അഖിൽ രാധാകൃഷ്ണനും ഷെറിനും പറഞ്ഞു. 10-15 വർഷം ബഹുമാന്യനായ അന്തരിച്ചു പോയ സക്കീർ ഹുസൈൻ പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴാണ് ഈ പകൽ വീടെന്ന സ്വപ്നം ആദ്യമായിട്ട് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന ഇന്നത്തെ സൗകര്യങ്ങൾ ഉൾപ്പെടെ കെട്ടിടത്തിന് വേണ്ടുന്ന പണികൾ ഉൾപ്പെടെ അതുപോലെ മെത്ത, അതുപോലെ കട്ടിൽ, ഇതെല്ലാം അന്ന് മേടിച്ചിട്ടതാണ്. അത് ഇപ്പോൾ ഒരു സംവിധാനത്തിൽ നമ്മളിത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതല്ലാതെ ഈ സംവിധാനങ്ങളെല്ലാം നേരത്തെ ഇവിടെ ഒരുക്കിയതാണ്. ഇത് നമ്മൾ ഉദ്ഘാടനത്തിന് വരുമ്പോൾ പ്രസിഡന്റ് മാത്രം ചെലവഴിച്ച് ചെയ്യുകയെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ആ നടപടിയോട് നമ്മൾ അങ്ങേയറ്റം പ്രതിഷേധിക്കും. ഇപ്പം നിങ്ങളെ എല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അന്നത്തെ പഞ്ചായത്ത് വികസന സമിതി ഞങ്ങളുടെ UDFിന്റെ തീരുമാനപ്രകാരം, അല്ലാതെ ഈ പഞ്ചായത്തിലെ UDFിന്റെ തീരുമാനമല്ല, സംസ്ഥാനത്തെ UDFിന്റെ തീരുമാനപ്രകാരം ആ വികസന സമിതിയിൽ പങ്കെടുക്കേണ്ട ജനപ്രതിനിധികൾ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനപ്രകാരമാണ് നമ്മൾ ആ വികസന സമിതിയിൽ നിന്ന് ഒഴിഞ്ഞത്. അല്ലാതെ മനഃപൂർവ്വമല്ല. നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം അദ്ദേഹത്തിനോട് തോളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ വേണ്ടുന്ന പിന്തുണ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളെ UDFിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കമ്മിറ്റി ബഹിഷ്കരിച്ചത്. അല്ലാതെ വികസന പ്രവർത്തനത്തിന് പുറകോട്ട് നിൽക്കുകയല്ല. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രസിഡന്റിനോടൊപ്പം തോളോട് ഇരുന്ന് പ്രവർത്തിക്കുക. പകൽ വീടിന്റെ ഉദ്ഘാടന യോഗത്തിൽ അഞ്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സോമരാജൻ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.